അൽഫോൻസാമേ, നിൻ പുണ്യഗീതങ്ങൾ പാടുന്നേ, നിർമ്മല സ്കൂളിൻ സ്നേഹത്താളത്തിൽ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നിർമ്മല അൽഫോൻസാമേഴ്സിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഫോൻസാമയുടെ ജീവിതത്തിലെ സഹനത്തിന്റെ ഏറ്റവും വലിയ മാതൃക നമുക്കൊന്ന് കണ്ടാലോ? 1910 കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ അന്നക്കുട്ടി ജനിച്ചു. ചെറുപ്പം മുതൽ പ്രാർത്ഥനയിലും ദൈവസന്നിധിയിലും വളർന്ന കുട്ടിയായിരുന്നു അവൾ. അന്നക്കുട്ടി, പ്രാർത്ഥന കഴിഞ്ഞോ? അതെ അമ്മേ, യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. അന്നക്കുട്ടിക്ക് സന്യാസിനിയാകണമെന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നക്കുട്ടി, നിന്റെ ഭാവിയെ കുറിച്ച് നീ എന്താ ചിന്തിക്കുന്നത്? ഞാൻ എന്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് വലിയൊരു തീരുമാനമാണ്. മകളെ, ഇന്നു മുതൽ നിന്റെ പേര് അൽഫോൻസ എന്നാണ്. നന്ദി സിസ്റ്റർ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ പരിശ്രമിക്കും. പ്രാർത്ഥനയിലെ സൈന്യത്തിലും നിശ്ചിത പുലർത്തണം. അൽഫോൻസാമ്മ ജീവിതത്തിൽ നിരവധി രോഗങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു. സിസ്റ്റർ അൽഫോൻസ, താങ്കളുടെ ആരോഗ്യനില വളരെ ദുർബലമാണ്. ഞാൻ എല്ലാ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വലിയ മാതൃകയാണ്. 1946 ജൂലൈ 28 അൽഫോൻസ അമ്മ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. പിന്നീട് നിരവധി അത്ഭുതങ്ങൾ നടന്നതിനെ തുടർന്ന് 2008 അൽഫോൻസ അമ്മ ഇന്ത്യയിലെ ആദ്യ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. അടുത്തതായി അൽഫോൻസ സൂക്തമാണ്. സൂക്തവുമായി എത്തുന്നു ഡിയോണ ബിനു. എന്റെ ഇഷ്ടവും അനിഷ്ടവും എന്തൊക്കെയാണെന്ന് അന്യർ അറിയരുതെന്നാണ് എന്റെ ആഗ്രഹവും അപേക്ഷയും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ കാണും വരേക്കും ബൈ ബൈ. വളർന്ന പൂമുട്ടേ, ചാരമടത്തിൽ വിരിഞ്ഞ നറുമലരേ, ഭൂമുഖമാകിൽ വലിയ സുഗന്ധം നീ, കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമുട്ടേ, താരമടത്തിൽ വിരിഞ്ഞ നറുമലരേ, ഭൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ. വിശുദ്ധയാം അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൽ യാതനകൾ വിണ്ണിലുയർത്തണമേ. വിശുദ്ധയാം അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ,